السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى ذلك من الشاهدين والشاكرين والحمد لله رب العالمين. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسوله النبي المصطفى الأمين وعلى آله وصحبه الفائزين برضا الله. أما بعد، ഏറ്റവും സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായിട്ടും ജീവിതങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. ആ ബോക്സ് ക്ലിയർ അല്ലേ? ഇഷ്ടകാല ജീവിതം അല്ലാഹുവിനും ഹബീബിനും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
آمين برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. صدق الله. ബഹുമാനികളെ, പ്രിയ മുഅ്മിനാത്തുകളെ, ഇന്ന് നമ്മുടെ അവസാന ക്ലാസ് ആണ്. മാത്രമല്ല ഇഷ്ക് മജ്ലിസാണ് നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതേവരെ ഒരുപാട് ക്ലാസ് കേട്ടവരാണ് നമ്മളൊക്കെ. ഓരോ വിഷയങ്ങൾ ആസ്പദമായിക്കൊണ്ട് ഓരോ വിഷയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു, പഠിച്ചു, മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ സമാപനമാണ്, ക്ലാസിന്റെ സമാപനമാണ്. ഇനി ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, എൻ്റെ ഈ മഹലിലെ അവസാനത്തെ നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്നൊരു ചോദ്യം എല്ലാ മനുഷ്യരുടെ മുമ്പിലും ഉണ്ട്. ഓരോ മനുഷ്യനും ചോദിക്കുന്നത്, ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്, ഓരോ മനുഷ്യന്റെയും ആഗ്രഹം ഞാൻ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നുള്ളതാണ്. മുഅ്മിനായ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അധികമായി സ്നേഹിക്കേണ്ടത് അത് അല്ലാഹുവിനെയാണ് എന്നതിൽ ആർക്കും സംശയമില്ലല്ലോ. എന്നാൽ അല്ലാഹുവിനെ കഴിഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആരാണ്? ഒരു മനുഷ്യൻ ആരാണ്? അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണോ അതോ എന്തെങ്കിലും പ്രത്യേകമായ കഴിവുകളുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിരത്തി 400 വർഷങ്ങൾക്ക് അപ്പുറം 6-ാം നൂറ്റാണ്ടിലെ ഇരുളടഞ്ഞ ജനതയിലേക്ക് വിജ്ഞാനത്തിന്റെ സൂര്യ തേജസ്സായി കടന്നു വന്ന പ്രഭയായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുദൂതരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്ന് ഒന്ന് കടന്നുപോയി ഇനി ഒന്ന് വരാനിരിക്കുന്നു. പ്രവാചക പ്രേമികൾക്ക് അനുരാഗ സംഗമമാണ് അല്ലാഹുവിന്റെ ദൂതനോടുള്ള അടങ്ങാത്ത സ്നേഹം. ഹൃദയ വസന്തവും വിശ്വാസിയുടെ ഈമാനിന് കരുത്ത് പകരുന്നതാണ്. ഒരു മനുഷ്യൻ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല, അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഈ ലോകത്തിന്റെ നായകൻ, സമാധാനത്തിന്റെ നായകൻ, കാരുണ്യത്തിന്റെ തിരുദൂതൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിരിക്കണം രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത്. ഹബീബിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം, പഠിക്കാം. ഇതിനാണ് ചെറിയൊരു അല്പസമയമെങ്കിലും എന്റെ ഉടനെ ഉണ്ടാവണം. നമ്മൾ ഉറക്കെ പറയാൻ കഴിയണം, എന്റെ സ്നേഹം അങ്ങോട്ടാണ് നബിയേ. നബിയേ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് അങ്ങയോട് മാത്രമാണ് ഹബീബേ എന്ന് മുത്തുനബി തങ്ങൾക്ക് മനസ്സിലാവുന്ന വിധം നമ്മൾ ഹബീബിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഴുവൻ ആളുകൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിൽ ആദ്യത്തെ ഒരു വാക്കെടുത്തു കഴിഞ്ഞാൽ യാ അയ്യുഹൻ നബിയ്യു, എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. എല്ലാ നബിമാരെയും അല്ലാഹു പേരെടുത്ത് അഭിസംബോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ
നമ്മുടെ നബി, നമ്മുടെ ഹബീബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഒരിക്കലും പേരെടുത്ത് വിളിച്ചിട്ടില്ല. എങ്ങനെയാണ് ഹബീബിനെ വിളിച്ചത്? യാ അയ്യുഹൻ നബി ത്വാഹ യാസീൻ യാ അയ്യുഹൽ മുസമ്മിൽ. ഇങ്ങനെയൊക്കെയായിരുന്നു ഹബീബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിരുന്നത്. ഹബീബായ നിബിതങ്ങൾ വല്ലാത്തൊരു നൂർ തന്നെയാണ് ഈ ലോകത്തിലേക്ക് ശ്രമിച്ചു വന്നത്. ഹബീബായ നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശമാണ്, ഈ ലോകത്തിലുള്ള മുഴുവനും മറ്റു വസ്തുക്കൾ മുഴുവനും എന്നിൽ നിന്നുള്ള പ്രകാശമാണ്, അല്ലെങ്കിൽ എന്നിൽ നിന്നുള്ളതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന മിൻ നൂരില്ലാഹി വകുല്ലു ശൈഇൻ മിൻ നൂരി സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറായ ഹബീബായ നിബിതങ്ങളെ എത്രത്തോളം പ്രേമിക്കണം, പ്രണയമായി, അല്ലെങ്കിൽ ഏറ്റവും അധികം സ്നേഹം കൊടുക്കേണ്ടത് റസൂലിനെയാവണം. അതെങ്ങനെയാണ് സ്നേഹം ഉണ്ടാവേണ്ടത്? എത്രമാത്രമാണ് ഹബീബിനെ സ്നേഹിക്കേണ്ടത്? ഇവിടെ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്തുകളും ആലിമീങ്ങളും ഉമറാക്കളും താബിഈങ്ങളും തബഉ താബിഈകളും എല്ലാം ഹബീബിനെ സ്നേഹിച്ച് കടന്നുപോയവരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും അധികം സ്നേഹിച്ച ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് സ്വഹാബത്ത് തന്നെയാണ്. സ്വഹാബത്തിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ എത്ര സ്വഹാബാക്കളാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് കടന്നുപോയത്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹബീബായ നിബിതങ്ങളെ കണ്ടിട്ടില്ലല്ലോ. സ്വഹാബാക്കൾ നക്ഷത്രതുല്യരാണെന്ന് ഹബീബായ നിബിതങ്ങൾ പറഞ്ഞു. ആ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തവരും നേരിട്ട് കണ്ട ആളുകളുമാണ്. കണ്ടവർക്കേ സ്വഹാബി എന്ന് പറയുകയുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരാണ്? വെറും മുഹിബ്ബ് മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർ മാത്രമാണ്, മുഹിബ്ബീങ്ങളാണ് നമ്മളൊക്കെ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നതിനേക്കാൾ ഒരിക്കലും നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതേവരെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. എന്നിട്ടും ആ പ്രവാചകനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഒരു സംഗതിയാണത്. ഇവിടെ ആശിഖുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർക്കൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു സത്യമാണ്. അപ്പോ നമ്മൾ എത്രമാത്രം ഹബീബായ നിബിതങ്ങളെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് കുറെ ആളുകളുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് സ്നേഹിക്കണ്ട, ഇത്തിബാ ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ. മുത്തുനബി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിഡ്ഢിത്തമാണെന്നൊക്കെ പറയുന്നത്. അല്ലാഹുവിന്റെ ഒരിക്കലും ഒരു മനുഷ്യന് അവൻ കിട്ടാവുന്നതിൽ വെച്ച്, ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനമാണ് നബിയാവുക എന്നുള്ളത്. മാത്രമല്ല ആ നബി റസൂലാവുക എന്നുള്ളതും മറ്റൊരു സ്റ്റേജാണ്. ഒരു വ്യക്തി ആ വ്യക്തിക്ക് നേടാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം നബിയാവുക എന്നുള്ളതാണ്. നബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും ഒന്നും ആവാൻ കഴിയില്ല. അതിനെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ നബിയാവാൻ കഴിയുകയുള്ളൂ. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ നബിമാരാണ്. ആ നബിമാരുടെ കൂട്ടത്തിലുമുണ്ട് മുർസലുകൾ. നബിയേക്കാൾ നബിമാര് തന്നെയാണ്, നബിയേക്കാൾ ശ്രേഷ്ഠമുള്ള ആളുകളാണ് മുർസലിങ്ങൾ. ഒരു മനുഷ്യൻ നബി ആവണമെങ്കിൽ അതിന് തിരഞ്ഞെടുക്കണം.
അതിനെ അള്ളാഹു ജീവിതം കൊണ്ട് ശരിക്കും അവിടെ ചിട്ടപ്പെടുത്തുകയാണ്, ക്രമപ്പെടുത്തുകയാണ്. ആ സമൂഹത്തിൽ നിന്ന് ആ സമൂഹത്തെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ മാത്രമാണ് അള്ളാഹു തിരഞ്ഞെടുക്കാറുള്ളത്. എല്ലാ സമൂഹവും അങ്ങനെ തന്നെയാണ്, എല്ലാ സമുദായവും കഴിഞ്ഞു പോയും അങ്ങനെയാണ്. എന്നാൽ ഒരു നബിയുടെ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു നബി മറ്റൊരു സമൂഹത്തിലേക്ക് അയച്ചിട്ടുമുണ്ട്. അങ്ങനെയും ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു നബി വരുമ്പോ ആ നബി മാത്രമല്ല, ഒരു നബി ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മറ്റൊരു നബിയെ മറ്റൊരു സമൂഹത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 1.25 ലക്ഷം പ്രവാചകന്മാർ വന്നു എന്ന് പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ അതിന്റെ ബാക്കിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബാക്കി എന്തും നമ്മൾ അധ്വാനിച്ചാൽ നേടാൻ കഴിയും. സമ്പന്നനാവാൻ കഴിയും, ഔലിയാക്കളാവാൻ കഴിയും, മുഹബ്ബീങ്ങളാവാൻ കഴിയും, ആബിദാവാൻ കഴിയും. ഒരിക്കലും ഒരു മനുഷ്യനെ നബിയാവാൻ കഴിയണം എന്നില്ല. അതിനെ അള്ളാഹു തിരഞ്ഞെടുക്കണം ആ വ്യക്തിയെ. നോക്കൂ, നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേവരെ അൽ അമീനായിരുന്നു, സ്വാദിഖായിരുന്നു നബിതങ്ങൾ. നബിയുടെ ജന്മം പോലും അത്ഭുതമല്ലേ. ഈ ലോകത്തേക്ക് വന്നത് ഹിതാൻ ചെയ്തിട്ടാണ്. സുന്നത്ത് കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. ഈ ലോകവും അതിലുള്ള സർവ്വചരാചരങ്ങളെയും മലക്കുകളെയും ആദം നബിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മലക്കുകളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെ അല്ലാഹു പടച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് ഹബീബായ നബിയുടെ നൂറിനെയാണ്, പ്രകാശത്തെയാണ്. ആ പ്രകാശം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് എത്രയോ പ്രാവശ്യം കണ്ടുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെ സത്യത്തിൽ ഏറ്റവും വലിയ ഉത്കൃഷ്ട സൃഷ്ടി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. എല്ലാ നബിമാരും അല്ലാഹുവിന്റെ റസൂലിനെ പേരുകൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്ത് കടന്നുപോയ ആളുകളാണ്. ഒരിക്കലും ആ നബിയെ ഇഷ്ടപ്പെടാത്തൊരു പ്രവാചകന്മാർ പോലും, മുത്തുനബിയെ പറയാത്ത പരിചയപ്പെടാത്തൊരു പ്രവാചകന്മാർ പോലും വന്നിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ, ഈ ദുനിയാവിൽ വന്നിട്ടില്ല. മുത്തുനബി തങ്ങളെ പരിചയപ്പെടുത്താത്ത ഒരു പ്രവാചകൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഈസാ നബി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മൂസാ നബി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്രാഹിം നബി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ആദ്യ മനുഷ്യനായ ആദം നബി പോലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ. അവരൊക്കെ റസൂലുള്ളാഹിയെ സ്നേഹിച്ചവരുമാണ് ആ പ്രവാചകർ. ആ പ്രവാചകരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, സ്നേഹിക്കേണ്ടത്, പിൻപറ്റേണ്ടത്. കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണാതെ ഹബീബിനെ ഇഷ്ടപ്പെടണം. അതിനെയാണ് ഹുബ്ബ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോടുകൂടെ കണ്ടിഷ്ടപ്പെടുന്നത് സുഹബത്താണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഹുബ്ബാണ്. നമ്മൾ മുഹബ്ബീങ്ങളാണ്, ഹുബ്ബാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കാണാതെയാണ് ഒരു വ്യക്തിയെ നമ്മളൊക്കെ സ്നേഹിക്കുന്നത്. ഇതേവരെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല അല്ലാഹുവേ, ഹബീബിനെ ഇതേവരെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. സ്വപ്നത്തിലെങ്കിലും കാണാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ. എപ്പോഴും നമ്മൾ ദ്വാരക്കണം. മുത്തുനബിയെ കാണാൻ നമ്മൾ എപ്പോഴും കൊതിക്കണം എന്നുള്ളതാണ്, ആഗ്രഹിക്കണം എന്നുള്ളതാണ്. ആഗ്രഹിച്ച് കാണുമ്പോൾ ഇതിനൊക്കെ ഒരു ഫലം ഉണ്ടാവും. ആ നബിയെയാണ് നമ്മളൊക്കെ പിൻപറ്റേണ്ടതും, സ്നേഹിക്കേണ്ടതും, ഇഷ്ടപ്പെടേണ്ടതും, ഫോളോ ചെയ്യേണ്ടതും. നമ്മൾ ആരുടെ ഫോളോവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അത് ഹബീബിന്റെ ഫോളോവേഴ്സ് തന്നെ ആയിരിക്കണം. അതല്ലാതെ മറ്റൊരാളുടെ ഫോളോവേഴ്സ് ആയിട്ട് കാര്യമില്ല. ഓരോ വ്യക്തിയും
ഓരോ വ്യക്തിയോടും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ ഹബീബിനെയാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാവണം ഒരു യഥാർത്ഥമായ മുഅ്മിൻ. അതുകൊണ്ടല്ലേ നബിയെ കാണാനല്ല എങ്കിൽ എന്തിനാണ് കണ്ണുകൾ, നബിക്ക് കേൾക്കാനല്ല എങ്കിൽ എന്തിനാണ് കാതുകൾ. നബിയെ കാണാൻ നമുക്ക് ഈ കണ്ണുകൊണ്ട് സാധിക്കണം, സ്വപ്നം കാണാൻ സാധിക്കുമല്ലോ, അതുകൊണ്ട് ഹബീബിനെ കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. നബിയെ കേൾക്കാൻ നമുക്ക് നമ്മുടെ കാതുകൾ ഹബ്ബ് പറയുന്നത് കേൾക്കാൻ അതോർത്തിരിക്കണം. നബിയെ കേൾക്കാൻ സഹാബാക്കൾ അങ്ങനെയാണ്. ആ ഹബീബിനെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. ഉപമിക്കാൻ ഒരാളോടും അല്ലാഹുവിന്റെ റസൂലിനെ ഉപമിക്കാൻ കഴിയുകയില്ലല്ലോ. മുത്തുനബിതങ്ങൾ മറ്റൊരാളോടും ഉപമിക്കാൻ പറ്റാത്ത രീതിയിൽ എത്രത്തോളം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഹബീബിനെയാണ് ഇന്ന് ഓരോരുത്തരും കുറ്റം പറയുന്നത്, പരിഹസിക്കുന്നത്, സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാം വിലക്കിയ ആളാണെന്ന് പറയുന്നത്, മോശമായി 11 ഭാര്യമാരുണ്ട് ഹബീബായ നബി തങ്ങളെ സ്ത്രീലംബടനാക്കി മാറ്റുന്ന ആളുകൾ ഇന്നുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹബീബിനോടുള്ള ഇഷ്കാണ് ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഹബീബിനോടൊരു വഹ്യും ഇല്ലാതെ മുത്തുനബി തങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളൊരു വഹ്യും ഇല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഹബീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ശരിക്കും മനസ്സുകൊണ്ടാണ് ഹബീബിനെ കേൾക്കേണ്ടത്. കാതുകൊണ്ട് കേട്ടാൽ പോരാ, യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ടാണ് ഹബീബിനെ കേൾക്കണം. സ്നേഹം എന്നുള്ളത് നമ്മുടെ മനസ്സിലാണ് വേണ്ടത്. ഹൃദയം കൊണ്ട് കേൾക്കുമ്പോഴേ ആ ഹൃദയത്തിനകത്ത് നിന്ന് ഒരു ഹബ്ബ് നമുക്ക് പുറത്തേക്ക് വരികയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹബ്ബ് ഉണ്ടാവണമെങ്കിൽ അത് ഹൃദയ പ്രേരിതമാവണം എന്നുള്ളതാണ്. ഒരുപാട് ആകാശം സ്നേഹിച്ചു ഹബീബിനെ, ഈ ഭൂമി സ്നേഹിച്ചു ഹബീബിനെ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, വൈദൂരക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുല്ലാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ. കവികൾക്ക് പോലും വർണ്ണനയ്ക്കതീതമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ കഴിഞ്ഞുപോയ ആളുകളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി വരാനിരിക്കുന്നവരുമായ എത്ര കവികളുണ്ടോ, മതകൾ എഴുതുന്നവരുണ്ടോ, അവർക്കൊന്നും ഹബീബിനെ പറ്റി എഴുതിയാൽ അവസാനിച്ചിട്ടില്ല, അവസാനിക്കുകയുമില്ല. അത്രത്തോളം ഉണ്ട് ഹബീബിനെ കുറിച്ചുള്ള മദ്ഹ്. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ആ ഹബീബിനെ നമുക്ക് സ്നേഹിക്കണ്ടേ? ഈ ഹബീബായ നബി തങ്ങളെ ആകാശവും ഭൂമിയും സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇവർക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു എന്നുള്ളത് ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. എന്താണ് ആ തർക്കം? ആകാശം പറഞ്ഞു, ഇവിടെ ആകാശവും ഭൂമിയും ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ അവസാനം ഭൂമിയാണ് പറഞ്ഞു ജയിക്കുന്നത്. ആകാശം പറഞ്ഞു, എന്നിൽ നിന്നാണ് മഴ വർഷിക്കുന്നത്, എന്നിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വർഷിക്കുന്നത്. ഇടിയായാലും മിന്നലായാലും മഴയായാലും മറ്റുമായാലും അത് എന്നിൽ നിന്ന് മാത്രമാണ്. എന്നിലാണ് നക്ഷത്രങ്ങളുള്ളത്, എന്നിലാണ് സൂര്യനുള്ളത് എന്നൊക്കെ ആകാശം ഇങ്ങനെ അഹങ്കാരത്തോടെ പറഞ്ഞു. ഭൂമി പറഞ്ഞു, എന്നിൽ. ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ആകാശം ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ,
ഇപ്പോ ഖുർആനിലെ ആകാശത്തെ ഒരു ആണായിട്ട് സങ്കല്പിക്കാം. ആകാശമാണ് ഭൂമി പെണ്ണുമാണെന്നാണ്. അതുകൊണ്ടാണ് ആകാശത്തിന് മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ പുല്ല് പുഷ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മഴ ഉണ്ടെങ്കിലേ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മറുപടിയായി ഭൂമി പറഞ്ഞൊരൊറ്റ കാര്യം മാത്രമുള്ളൂ. അതാണ് യഥാർത്ഥമായ ഹബ്ബ്, ഒരു ഈമാനുള്ള മനുഷ്യനുണ്ടായിരിക്കേണ്ട കാര്യം. ഭൂമി പറഞ്ഞു, എനിക്കിതൊന്നും ഇല്ല, എനിക്കിതൊന്നുമില്ലെങ്കിലും എന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാണ് ഈ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഭൂമിയിലാണല്ലോ ഖബർ ഉണ്ടാവുക. ആ ഖബറിലല്ലേ ഹബീബായ നബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. എനിക്ക് അത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ആകാശവും ഭൂമിയും സ്നേഹിച്ചിട്ടുണ്ട് ഹബീബായ നബിതങ്ങളെ. മരങ്ങൾ, സസ്യങ്ങൾ, ജാതികൾ പോലും, വൃക്ഷങ്ങൾ പോലും, പർവ്വതങ്ങൾ പോലും, പാറക്കെട്ടുകൾ പോലും, മനുഷ്യ ഇതര ജീവികൾ പോലും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് കടന്നുപോയവരാണ്. ആ ഹബീബിനെയാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യേണ്ടത്. സ്നേഹം ഒരിക്കലും, ഹബീബിനോടുള്ള സ്നേഹം ഒരിക്കലും മരിക്കുകയില്ല. അത് ജന്മം മുതൽ, ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് മുതൽ ആ കുട്ടി എണീറ്റ് നടക്കുന്നു. ശരിക്കും പറഞ്ഞാല് മുത്തു നബിയെ മനസ്സിലാക്കണമെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. ഒരു കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ മുഹമ്മദ് എന്ന് എഴുതിയാൽ എങ്ങനെയായിരിക്കുമോ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഭൂമിയിലേക്ക് വരുമ്പോഴും അങ്ങനെയാണ്. ഈ ചെറിയ മക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് കുട്ടികൾ ഒച്ചുണ്ടാക്കും, കരയും. കരയുന്ന സമയത്ത് സിനിമ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാട്ടുകൾ കേൾപ്പിച്ചു കൊടുത്താലും കുട്ടികൾ കരച്ചു നിർത്തൂല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിൽ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, നബിതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊന്ന് കേൾപ്പിച്ചു നോക്കി, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പാടിക്കൊടുക്കി, ആ കുട്ടി ശാന്തമായി കേൾക്കും എന്നുള്ളതാണ്. ഈ ലോകത്തേക്ക് വരുന്ന ഓരോ പിഞ്ചു മക്കളും അത് അല്ലാഹുവുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2 വയസ്സ് വരെയൊക്കെ ചില കുട്ടികൾക്ക്, ചില കുട്ടികൾ എന്ന് പറയുന്നില്ല, ഭൂരിഭാഗം കുട്ടികൾക്കും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന മുഴുവൻ കുട്ടികൾക്കും ഒക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാത്ത പല വസ്തുക്കളെയും കാണാൻ കഴിയും എന്നുള്ളതാണ്. ശൈത്താന്മാരെ കാണാൻ കഴിയും, മലായികത്തിനെ കാണാൻ കഴിയും നമ്മുടെ മുമ്പിൽ. അതുകൊണ്ടാണ് ഒരു കുട്ടി ഓരോ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധമായ പ്രാകൃതത്തിലാണെന്നാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. പോട്ടെ, ഓരോ കുട്ടി ജനിച്ചു വീഴുമ്പോഴും ഒക്കെ അവിടെ നിന്ന് ആദ്യമായി കേൾക്കുന്നത് അള്ളാഹുവിന്റെ പേരാണ്. ശേഷം വരുന്നു ബാങ്കിലൂടെ അള്ളാഹിന്റെ പേര് പറഞ്ഞതിന് ശേഷം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേരാണ് കുട്ടിക്ക് വലത് ചെവിയിലും ഇടത് ചെവിയിലും ഒക്കെ കേൾക്കുന്നത്. അപ്പോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, അവൻ ജനനം മുതലേ അള്ളാന്റെയും അള്ളാന്റെ റസൂലിന്റെയും പേര് കേൾക്കുന്നു എന്നുള്ളതാണ്. അവിടെ തുടങ്ങുന്നു ആ കുട്ടിയുടെ അള്ളാഹുവിനോടുള്ള, അള്ളാന്റെ റസൂലിനോടുള്ള ആ ഒരു കണക്ഷൻ. പിന്നെ എവിടെയാണ് ഈ കണക്ഷൻ കുറഞ്ഞു പോകുന്നത്? കുട്ടികളൊക്കെ മോശമാവും, അല്ലെ? കുട്ടികളൊക്കെ സ്വഭാവ ദൂഷ്യമുള്ള ആളുകളായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ കഞ്ചാവിനും മറ്റുമായി അടിമപ്പെടുന്നുണ്ട്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? ഇതൊക്കെ ചെയ്തവരാണ് നമ്മൾ. ഇവിടെ തെറ്റുപറ്റി. സ്റ്റാർട്ടിങ് ഓക്കെയാണ്, പക്ഷേ മിഡിലേക്ക് വരുമ്പോ, അതിന്റെ മധ്യത്തിലേക്ക് വരുമ്പോ അവിടെ പാളി പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്? പ്രയാസങ്ങൾ പറയുന്നത്. മാതാപിതാക്കളായ ഓരോരുത്തരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്.
എന്നാലോ ചില കുട്ടികളൊക്കെ നല്ല നല്ല കുട്ടികളായി മാറാൻ കഴിയും. വളർന്നു വരുമ്പോൾ തന്നെ അതിന് ഏറ്റവും അധികം ഉതകുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കൾ